السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. ഏറ്റവും ആദരണീയരായ ഉസ്താദുമാർ, അതേപോലെ തന്നെ ഇവിടെ ഒരുമിച്ച് കൂടിയതായ മുതഅല്ലിം സുഹൃത്തുക്കളെ, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ സുവർണയുഗം എന്ന് വിളിക്കപ്പെട്ട് ചരിത്രകാരന്മാർ ഇന്ത്യയുടെ സുവർണയുഗമായി രേഖപ്പെടുത്തിയതും ചരിത്രത്തിൽ ഏറെ ശ്രദ്ധയാർജിച്ചതും പക്ഷേ ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടതുമായ ചരിത്രമാണ് മുഗൾ സാമ്രാട്ടുക്കളുടേത്. മുഗൾ ഭരണകൂടം ഇന്ത്യ എന്ന മഹാരാജ്യത്ത് തുടങ്ങുന്നുള്ളത് ബാബറിന്റെ കാലത്താണ്. ഒരുപാട് വിമർശനങ്ങൾക്ക് ഈ അടുത്ത കാലത്തായി വിധേയമാക്കപ്പെട്ട ഒരു രാജാവാണ് ബാബർ രാജാവ്. മുഗൾ സാമ്രാട്ടുക്കളിൽ ഒന്നാമനും ശ്രദ്ധയാർജിക്കപ്പെട്ടതായ 6 രാജാക്കളിൽ പ്രമുഖനുമാണ് ബാബർ രാജാവ്. ഇദ്ദേഹത്തെ കുറിച്ച് നോക്കുമ്പോൾ 1483 ഉസ്ബെക്കിസ്ഥാനിൽ തിമൂർ വംശജനായി ഇദ്ദേഹം ജനിക്കുകയാണ്. ബാല്യകാലത്ത് തന്നെ പിതാവിന്റെ മരണത്തോടെ 12ാം വയസ്സിൽ രാജ്യഭരണം ഏറ്റെടുക്കുകയും ഫർഗാനയുടെ രാജാവായി രാജഭരണം ഏറ്റെടുക്കുകയും പടനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പടയോട്ടത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ഇദ്ദേഹം ആഗ്രഹിച്ചതായ സമർക്കന്ത് പിടിച്ചെടുക്കാനായില്ല എന്നുള്ള ഒരു വിഷമത്തിലിരിക്കെ തന്നെയാണ് വലിയ സന്തോഷമെന്നോണം കാബൂൾ ഇദ്ദേഹത്തിന്റെ കീഴിലേക്ക് വരുന്നുള്ളത്. കാബൂൾ പിടിച്ചടക്കിക്കൊണ്ട് അദ്ദേഹം ശക്തിയാർജിക്കുന്ന സമയത്തായിരുന്നു ലൂദികൾ ഭരിച്ചുകൊണ്ടിരുന്നതായ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം മോശമാകുന്നത്. ഈ ഒരു സാഹചര്യം മോശമായ ആ ഒരു സന്ദർഭത്തെ മുതലെടുത്തുകൊണ്ട് ചരിത്രപ്രസിദ്ധമായ 1526 പാനിപത്ത് യുദ്ധത്തിലൂടെ ഇബ്രാഹിം ലൂദിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഇദ്ദേഹം കീഴടക്കുകയാണ്. തുടർന്ന് 300 വർഷക്കാലം മുഗൾ സാമ്രാട്ടുക്കളുടെ രാജഭരണത്തിന്റെയും സാംസ്കാരിക വസ്തുശില്പകലകളുടെയും അതേപോലെ തന്നെ നവോത്ഥാനത്തിന്റെയും വർഷങ്ങളായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുകയാണ്. ഇദ്ദേഹത്തിന്റെ സംഭാവനകളെക്കുറിച്ചും അതേപോലെ തന്നെ മുന്നേറ്റങ്ങളെക്കുറിച്ചും ചരിത്രത്തിൽ ചെറിയ രീതിയിൽ മാത്രമേ പരാമർശിക്കുന്നതായി കാണുന്നുള്ളൂ. അതിലൊന്നാമത് തോക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സൈനിക നവീകരണം നടത്തിയ ഇന്ത്യയിലെ പ്രഥമ രാജാവാണ് ബാബർ രാജാവ്. അതേപോലെ തന്നെ ചാർബാഗ് തോട്ടങ്ങൾ, മുഗൾ ഗാർഡൻ പോലെയുള്ള ഒരുപാട് സാംസ്കാരിക കലകളെ, അതേപോലെ തന്നെ ബാബരി മസ്ജിദ് പോലെയുള്ള ഇന്നത്തെ കാലത്ത് ആനുകാലികമായി ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നതായ ബാബരി മസ്ജിദ് ഇദ്ദേഹത്തിന്റെ വരദാനമാണ്. ബാബരി മസ്ജിദിന്റെ വിഷയത്തിലാണ് ഇദ്ദേഹം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത്. യഥാർത്ഥത്തിൽ 1528 ഇദ്ദേഹം ഇന്ത്യ കീഴടക്കിയതിന്റെ 2ാമത്തെ വർഷം ഇദ്ദേഹത്തിന്റെ സൈന്യത്തലവനായിരുന്ന മീർ ബാക്കിയോട് ബാബറി മസ്ജിദ് പണിയാൻ വേണ്ടി ഇദ്ദേഹം ആജ്ഞയിട്ടതും അവിടെ ഒരു മസ്ജിദ് പണിയുകയും ബാബറിന്റെ നാമത്തിൽ ബാബരി എന്ന പേരിടുകയുമുണ്ടായി. പിൽക്കാലത്ത് അന്ന് രചിക്കപ്പെട്ട ചരിത്രങ്ങളിൽ യാതൊരു വിധത്തിലുമുള്ള രേഖകൾ ഇല്ലാത്തതായ അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു, അതിനെ പൊളിച്ചുകൊണ്ടാണ് ബാബർ ഈ മസ്ജിദ് പണിതിട്ടുള്ളത് എന്നുള്ള ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്ത് രചിക്കപ്പെട്ടതായ ചരിത്രത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് 1998 ഡിസംബർ 10 പൊളിക്കപ്പെട്ടതായ ബാബരി മസ്ജിദിന്റെ നിയമം 2019 നവംബർ 9 ഇന്ത്യ മഹാരാജ്യത്തിന്റെ സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചത്. കേവലം ബ്രിട്ടീഷുകാരുടെ കാലത്ത് രചിക്കപ്പെട്ടതായ ചരിത്രത്തിൽ അന്നുണ്ടായിരുന്ന വിശ്വാസികൾ അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്നു എന്നുള്ള ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു. ആ ഒരു കാരണത്തിൽ തന്നെ ചരിത്രത്തിൽ ഒരുപാട് വിശകലനം ചെയ്യുകയും ഇദ്ദേഹത്തെ ഒരുപാട് വിമർശിക്കുകയും ഇന്നത്തെ കാലത്തെ മതവിരോധികൾ ഇദ്ദേഹത്തെ ഒരുപാട് വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെ തന്നെ ആയാലും ചരിത്രത്തിൽ പ്രസിദ്ധി ആർജിച്ചതായ മറ്റു രാജാക്കളെ നോക്കുമ്പോൾ 2ാമനായിട്ടുള്ളത് ഹുമായൂൺ ചക്രവർത്തിയാണ്. ബാബറിന്റെ മകനായി 1508 ജനിക്കുകയും തുടർന്ന് പിതാവിന്റെ മരണത്തോടെ 1530 22ാം വയസ്സിൽ രാജഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. പക്ഷേ 1540 ഷേർഷാ സൂരിയുമായുള്ള യുദ്ധത്തിൽ സാമ്രാജ്യം നഷ്ടപ്പെടുകയും
പിൽക്കാലത്തെ 1555 പേർഷ്യക്കാരുടെ സഹായത്തോടെ സാമ്രാജ്യം വീണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഒരുപാട് വികസനങ്ങളെയൊന്നും പരാമർശിക്കുന്നതായി കാണുന്നില്ല എങ്കിലും വായനാശീല ഇദ്ദേഹത്തിന്റെ ഹോബിയായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് ലൈബ്രറികൾ രാജ്യത്ത് സ്ഥാപിക്കുകയും ഇദ്ദേഹത്തിന്റെ മരണ സാഹചര്യത്തെ തന്നെ വിശദീകരിക്കുന്നിടത്ത് കാണാം. ഇദ്ദേഹം ദിവസങ്ങളോളം ലൈബ്രറിയിൽ കഴിച്ചു കൂട്ടുകയും അതേപോലെ തന്നെ ഒരു ദിവസം മഗ്‌രിബ് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ലൈബ്രറിയിൽ നിന്ന് കോണി ഇറങ്ങുന്ന സമയത്ത് കോണിയിൽ നിന്ന് വീണ് തലക്ക് ഗുരുതരമായ പരിക്കേറ്റുകൊണ്ട് മരണപ്പെട്ടു എന്നുള്ളതാണ് ചരിത്രത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. മൂന്നാമനായിട്ടുള്ളത് ചരിത്രകാരന്മാർ ഏറ്റവും കൂടുതൽ വിശേഷിപ്പിക്കുകയും മഹാൻ എന്ന് മുദ്രകുത്തുകയും ചെയ്തതായ രാജാവിനെ കുറിച്ചാണ്. അക്ബർ മഹാൻ രാജാവിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ ഇദ്ദേഹം മുഗൾ സാമ്രാജ്യത്തിന് നൽകിയിട്ടുണ്ട് എങ്കിലും അബ്ദുൽ ഹമീദ് ലാഹോരി പോലെയുള്ള മുസ്ലിം ചരിത്രകാരന്മാർ ഇദ്ദേഹത്തെ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഇദ്ദേഹത്തെ ഒരു മുസ്ലിം രാജാവായി വാഴ്ത്താൻ പാടില്ല എന്നുള്ളതും ചരിത്രത്തിൽ കുറിക്കുകയാണ്. കാരണം ദീനെ ഇലാഹി എന്ന പുതിയൊരു മതം സ്ഥാപിക്കുകയും ഇസ്ലാമിന്റെ ആദർശത്തിന് പകരമായിക്കൊണ്ട് മറ്റു മതത്തിലുള്ളതായ അദ്ദേഹത്തിന് നല്ലതെന്ന് തോന്നുന്നതായ ഒരുപാട് അടിസ്ഥാന ആശയങ്ങളെ കലർത്തിക്കൊണ്ട് പുതിയൊരു മതമിറക്കുകയും അതിനെതിർത്ത് സംസാരിച്ചതായ അക്കാലത്തെ ഉലമാക്കളെ കൽത്തുറുങ്ങിലടക്കുകയും കൊല്ലാൻ വരെ ശ്രമിച്ചു എന്നുള്ളതുമാണ് വാസ്തവം. അതിൽ എടുത്തു പറയേണ്ടതായ വിഷയം എന്നുള്ളത് ബഹുമാനപ്പെട്ട അഹ്മദ് സർഹിന്ദി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. കാരണം ബഹുമാനപ്പെട്ട അഹ്മദ് സർഹിന്ദി റളിയല്ലാഹു അൻഹു അൽ മുജദ്ദിദ് അൽ ഫിസാനി എന്ന് വിളിക്കപ്പെടുന്നതായ മഹാനവറുകൾ ഇദ്ദേഹത്തിന്റെ ദീനെ ഇലാഹിക്കെതിരെ രൂക്ഷമായി എതിർക്കുകയും അക്കാരണത്താൽ മഹാനവറുകളെ കൽത്തുറുങ്ങിലടക്കുകയും ചെയ്തിട്ടുണ്ട്. മൂന്നാമതായി വന്നുള്ളത് അക്ബർ ആണെങ്കിൽ അദ്ദേഹത്തിന് ശേഷം നാലാമനായി വരുന്നുള്ളത് ജഹാംഗീർ രാജാവിനെ കുറിച്ചാണ്. ഇദ്ദേഹത്തിന്റെയും സംഭവ വികാസങ്ങൾ വളരെ കുറവായതുകൊണ്ട് തന്നെ മുഗൾ സാമ്രാട്ടുകളിൽ ഇദ്ദേഹത്തിന് വലിയ സ്ഥാനങ്ങളൊന്നും ചരിത്രം കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അക്ബറിന്റെ മരണത്തോടെ 1605 രാജാവായി സിംഹാസനമേറുകയും പിതാവിന്റെ ദീനിൽ ഇലാഹിയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് പവിത്രമായ ഇസ്ലാമിന്റെ ശരീഅത്ത് അനുസരിച്ച് ഭരണം നടത്തുകയും അദ്ദേഹം രാജ്യത്തിന്റെ സാമ്പത്തിക മുന്നേറ്റം ഇദ്ദേഹത്തിന്റെ ചരിത്രം പരാമർശിക്കുന്ന സമയത്ത് ശ്രദ്ധേയമായ ഒറ്റൊരു കാര്യം മാത്രമാണ് ഇദ്ദേഹത്തിന്റെ കാലത്ത് സാമ്പത്തിക മുന്നേറ്റത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരുമായി നല്ല ബന്ധം പുലർത്തുകയും അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിക്കുകയും ചെയ്തത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക മുന്നേറ്റത്തിന് വേണ്ടിയാണ് സ്ഥാപിച്ചത് എങ്കിലും പിൽക്കാലത്ത് ഇന്ത്യക്ക് അതൊരു ഭാരമായി മാറി എന്നുള്ളതാണ് സത്യം. അഞ്ചാമതായി വരുന്നുള്ളത് ഷാജഹാൻ ചക്രവർത്തിയാണ്. ഇദ്ദേഹം ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ഒരുപാട് സാംസ്കാരിക കലകൾ അതേപോലെ തന്നെ വാസ്തുശില്പ കലകൾ നൽകിയിട്ടുള്ളതായ രാജാവാണ്. ഇനി പറയാൻ പോകുന്നുള്ളത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്തതായ രാജാവിനെ കുറിച്ചാണ്. ഔറംഗസീബ് ആലംഗീർ എന്ന് പറയുന്നുള്ളത് ഇന്നത്തെ ചരിത്രകാരന്മാരുടെ അടിസ്ഥാനമില്ലാത്ത കഥകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ തീർത്തും ഒരു ഹിന്ദു മതവിരോധിയായ ഒരു രാജാവായി ഇദ്ദേഹത്തെ ഇന്നത്തെ ചരിത്രകാരന്മാർ എണ്ണുന്നുണ്ട്. പക്ഷേ വിശദമായ ഒരു പഠനത്തിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നുള്ളത് ഒരു സാത്വികനായ പണ്ഡിതനായിരുന്നു. സ്വന്തം ദിനവേതനത്തിന് വേണ്ടി തൊപ്പി നെയ്തുണ്ടാക്കി ജീവിച്ചിരുന്നു എന്ന് പോലും അഹ്മദുൽ ബാഖിയെ പോലെയുള്ള ഒരുപാട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഇദ്ദേഹം ഇസ്ലാം മതമനുസരിച്ച് ധർമ്മം അനുസരിച്ച് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ ഭരണം നടത്തിയിട്ടുണ്ട് എങ്കിലും ഹിന്ദു മതവിശ്വാസികളോട് നല്ല രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു ഇദ്ദേഹത്തിൻ്റെത് എന്ന് ചരിത്രത്തിൽ കാണാവുന്നതാണ്. ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടതായ കാര്യം മുസ്ലിം ചരിത്രകാരന്മാർ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിട്ടുള്ളതായ കാര്യം ഇദ്ദേഹം ഇന്ന് ഹനഫി മദ്ഹബിൽ ഏറ്റവും വിശ്വാസയോഗ്യമായ അതായത് ഹനഫി മദ്ഹബിൽ ഇന്നും ഫത്വകൾക്ക് വേണ്ടി എടുക്കപ്പെടുന്നതായ ഫതാവ ആലംഗീരി എന്ന ഗ്രന്ഥത്തിന്റെ സമാകർത്താവാണ് ബഹുമാനപ്പെട്ട ഔറംഗസീബ് ആലംഗീരി റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ മകൾ ദീനത്തു തഫാസീർ എന്ന തഫ്സീർ എഴുതിയ മഹദിയാണ്. ഇത്തരം
ലൗകികതയാണ് ഇന്നത്തെ മുസ്ലിം വിരോധികൾ ഇദ്ദേഹത്തെ കുറിച്ച് ഇല്ലാത്ത കാരണങ്ങൾ, അതായത് രേഖകളില്ലാത്ത കാരണങ്ങൾ കൊണ്ട് മുസ്ലിം വിരോധിയായി ചിത്രീകരിക്കുന്നുള്ളത്. അതുകൊണ്ട് സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയുടെ ചരിത്രം പഠിക്കാൻ നാഥൻ തുണക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.